SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് സ്ഥാനഭ്രഷ്ടമുണ്ടായി. അതെന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയുടെ ഒരു ഇടപെടലാണ് ഇപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്നത്. എന്തായിരിക്കും സാർ ഇതിൻ്റെ മൊത്തം അടിസ്ഥാന കാരണം? അടിസ്ഥാന കാരണം ഈ കമ്പനി ആക്ട് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് SNDP. പക്ഷെ കമ്പനി നിയമങ്ങൾ മുഴുവൻ ലംഘിച്ചുകൊണ്ടാണ് അവിടെ വെള്ളാപ്പള്ളിയും മോൻ തുഷാർ വെള്ളാപ്പള്ളിയും ബാക്കി സോമനും പ്രസിഡന്റ് ഈ സംഘം ഉണ്ടല്ലോ. പറഞ്ഞാൽ വെള്ളാപ്പള്ളിക്ക് മൂളുന്നവരെ ഒരു ഇറാൻമൂളി സംഘമാണ് ഇവർ പ്രവർത്തിക്കുന്നത്. കമ്പനി ആക്ട് ലംഘിച്ചു എന്ന് ഹൈക്കോടതി കണ്ടെത്തിയിട്ടുണ്ട്, തെളിവുണ്ട്. കാരണം തുടർച്ചയായിട്ട് 3 വർഷം കണക്ക് ഈ കമ്പനി രജിസ്ട്രാർക്ക് കൊടുത്തിട്ടില്ല എങ്കിൽ ഇത് അയോഗ്യരാക്കാം ഡയറക്ടർ എന്ന് നിയമമുണ്ട്. ഇത് 3 വർഷമൊന്നുമല്ല, ഇത് 2014 മുതൽ കണക്ക് കൊടുക്കുന്നില്ല. അതിപ്പോൾ നിങ്ങളൊരു കമ്പനി തുടങ്ങിയാലും ഇത് കണക്ക് കൃത്യമായിട്ട് ബാലൻസ് ഷീറ്റൊക്കെ കൃത്യമായിട്ട് കൊടുത്തുകൊണ്ടിരുന്നാലേ നിങ്ങൾക്കവിടെ കമ്പനി ഡയറക്ടറായിട്ടും MD ഉണ്ടെങ്കിൽ MD ആയിട്ടും ഒക്കെ ആളുകൾക്ക് തുടരാനൊക്കെ കഴിയുള്ളൂ. അത് ഏത് കമ്പനിക്കും ഇന്ത്യയിൽ അങ്ങനെ തന്നെയാണ്. കാരണം ഓഹരി ഉടമകളൊക്കെ ഉണ്ടല്ലോ കമ്പനിക്ക്. SNDPയിലും ഓഹരി ഉടമകളുണ്ടല്ലോ. അപ്പോൾ ഇവരോടൊക്കെ ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ എല്ലാ കൊല്ലവും വാർഷിക പൊതുയോഗം ചേരണ്ടേ? വാർഷിക പൊതുയോഗം ചേർന്നിട്ട് അതിൻ്റെ അകത്ത് കണക്കുകൾ അവതരിപ്പിക്കണ്ടേ? ഇതൊന്നും ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടില്ല. ഒരു ഏകാധിപത്യം ഇയാളുടേത് ഇങ്ങനെ നടക്കുന്നു, തോന്നിയ മാതിരി പണമൊക്കെ ചെലവാക്കുന്നു. ഇതാണ് ഇതുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ MK സാനു ആദരണീയനായ ആളാണല്ലോ. MK സാനുവും കൂട്ടരും കൊടുത്തിട്ടുള്ള കേസാണ് ഇത്. 2024 കൊടുത്ത കേസാണ്. ജസ്റ്റിസ് TR രവിയുടേതാണ് ഉത്തരവ്. അപ്പോൾ ഈ 2006 മുതൽ കണക്കില്ല, SNDP യോഗത്തിന് കണക്കില്ല. അപ്പോൾ ഏകാധിപത്യവും ക്രമക്കേടും ആണ് ഇതിൻ്റെ അകത്ത് നടക്കുന്നത്. വെള്ളാപ്പള്ളി നടേശനെ പുറത്താക്കിയിട്ട് പകരം അഡ്മിനിസ്ട്രേറ്ററെ വെക്കണം എന്ന് പറഞ്ഞിട്ടാണ് സാനുവും കൂട്ടരും കോടതിയെ സമീപിച്ചിരുന്നത്. അതിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി, പ്രസിഡന്റ് MN സോമൻ, ദേവസ്വം സെക്രട്ടറി ഇവരൊക്കെ അയോഗ്യരാണ് എന്ന് വിധിച്ചിട്ടുണ്ട്. ഭാരവാഹികളൊക്കെ അയോഗ്യരാണ് എന്ന് വിധിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.